പിന്നെ ഈ വ്യൂസ് കുറവുള്ളത് എന്താണ് എങ്ങനെ മാറ്റിന്ന് വെച്ചാല് എന്റെ വീഡിയോയോട് പറയാനുള്ളത് നമ്മൾക്ക് യൂട്യൂബ് ചാനൽ തുടങ്ങാന് ഒരു കണ്ടന്റ് എന്ന് പറയാന് ഒന്നും വേണ്ട, 0 മതി. എന്റെ അപ്പൊ അത്യാവശ്യം എല്ലാ മാസവും നല്ല വ്യൂ ഉണ്ട്. ഏതെങ്കിലും ഒരു വീഡിയോ ലക്ഷങ്ങളിലെ വ്യൂ വരും. അല്ല, പിന്നെ പഴയ അതിന് പോപ്പുലർ വീഡിയോസ് നമുക്ക് ആവശ്യമുള്ള വരുമാനം അതിൽ നിന്ന് തന്നെ വരുന്നുണ്ടല്ലോ. അത് മതി. ഒരു വീഡിയോ നമുക്കൊന്ന് കേറിപ്പോയാൽ മതി. നമ്മൾക്ക് നമ്മുടെ കാര്യത്തിന് ഇപ്പൊ ഒരു ലേഡിയെ സംബന്ധിച്ചിടത്തോളം അവളുടെ കാര്യങ്ങൾ ചെയ്യാനുള്ള ആവശ്യം അതിപ്പോ കിട്ടും നമുക്കായി. എനിക്ക് തോന്നുന്നത് എന്താന്ന് വെച്ചാൽ ചില ആളുകൾക്ക് 15,000 20,000 കിട്ടും. ചില ആളുകൾക്ക് 15-20 നിൽക്കൂല. ചിലപ്പോൾ അത് പിന്നെ 50,000 1,00,000 ഒക്കെ പോകും. പക്ഷെ എന്നാലും ഒരു ആളെ സംബന്ധിച്ച്, വീട്ടമ്മയെ സംബന്ധിച്ച് ഇങ്ങനെ ഒരു വരുമാനം വരുന്നത് അവർക്കൊരു വലിയൊരു ആശ്വാസമായിരിക്കും. കാരണം ഇങ്ങനെ യൂട്യൂബിൽ നിന്ന് വരുന്നു, അല്ലെങ്കിൽ ഫെയിം കിട്ടും. പിന്നെ പതുക്കെ പതുക്കെ പോയിട്ട് ഫെയിം. ഇപ്പോൾ എൻ്റെ കാര്യം പറയുകയാണെങ്കിൽ, ഞാൻ എൻ്റെ നാട്ടിലെ എല്ലാ ആൾക്കാർക്കൊന്നും അറിയൊന്നുമില്ല ഞാനിങ്ങനെ ചാനൽ ചെയ്യുന്ന കുറച്ച് ആൾക്കാർക്ക് അറിയില്ല. അപ്പോൾ എന്നോട് പറഞ്ഞെന്താ അറിയോ, നിൻ്റെ വീഡിയോ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു മറ്റേ മിതേൻ്റെ ഒരു മാസ്റ്റർ മിതയില്ല അവളെ ചാനലിൽ. അങ്ങനെയാണ് എന്നെ അറിയുന്നത്. മാസ്റ്റർ മിതേൻ്റെ ചാനലിൽ കണ്ടിരുന്ന തൊട്ടാണ് എന്നോട് കുറേ ആൾക്കാർ ഇങ്ങോട്ട് വന്നിട്ട് പറഞ്ഞത് കണ്ടിട്ടുണ്ട് എന്നുള്ളത്. അപ്പോൾ പിന്നെ ഇനി എന്താണ് അതിനൊരു കാരണമുണ്ട്. അത് എനിക്ക് ഫസ്റ്റ് എനിക്ക് മോണിറ്റൈസേഷൻ ആയതിനു ശേഷം ഒരു 6 മാസത്തോളം എനിക്ക് ഒന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ ഫസ്റ്റ് എനിക്ക് കാശ് കിട്ടിയത് സാറ് പറഞ്ഞ ടിപ്സുകളൊക്കെ ഉപയോഗിച്ചിട്ടാണ് എനിക്ക് ഏർണിങ്സ് കിട്ടാൻ തുടങ്ങിയത്. അപ്പൊ ഞാൻ സാറിനെ പറ്റിയിട്ട്, ഗ്രൂപ്പിനെ പറ്റിയിട്ട് ഒരു വീഡിയോ ചെയ്തതാണ്. എനിക്ക് എന്തുകൊണ്ടാണ്, എങ്ങനെയാണ് ഇൻകം കിട്ടാൻ തുടങ്ങിയത്. നമ്മൾ എന്ത് വീഡിയോ ഇട്ടാലും അത് ഇടുന്ന പോലെ ചെയ്താലും നമുക്ക് കാശ് കയറത്തുള്ളൂ. പിന്നെ എല്ലാ മാസവും ഓരോ മാസത്തിനാട്ടിലും ഡബിൾ ആയിട്ടാണ് നമുക്ക് കിട്ടുന്നത്. ഫസ്റ്റ് കിട്ടിയതിനാട്ടിലും കൂടുതൽ പിറ്റത്തെ മാസം അതിന് കയറി കയറി വരുന്നുണ്ട്. ഇപ്പൊ ഈ മാസം എന്ന് പറയുന്നത് എല്ലാ മാസത്തിനാട്ടിലും കൂടുതലാണ്. ഇനിയിപ്പോ ഈ മാസം ഇല്ല. യൂട്യൂബിൽ അങ്ങനെയാണ്. അതായത് യൂട്യൂബിൽ എന്ന് പറഞ്ഞാൽ നമ്മൾ പണ്ടെപ്പോഴോ ചെയ്തു വെച്ച ചാനലിൽ മോണിറ്റൈസേഷൻ മുതൽ എമൗണ്ട് മുതൽ ഇന്ന് ചെയ്യുന്ന അതുവരെ നമുക്ക് കിട്ടും. അതാണ് കൊണ്ട് ഗുണം. മറ്റേത് ജോലി ചെയ്താലും ചിലപ്പോൾ നമുക്ക് സാലറി ഹൈക്ക് കിട്ടുന്ന ഒരു പരിധിയുണ്ട്. യൂട്യൂബ് ശരിക്കും ക്ലിക്കായി കഴിഞ്ഞാൽ അങ്ങനെ സാലറി അല്ലെങ്കിൽ നമുക്ക് കിട്ടുന്ന പൈസക്ക് പരിധിയൊന്നുമില്ല. നമുക്ക് എത്ര വേണമെങ്കിലും മുന്നോട്ട് പോകും. പക്ഷെ മറ്റുള്ള പ്രൊഫഷനിൽ ചിലപ്പോൾ അങ്ങനെ ആയിരിക്കില്ല. അതാണ് ഒരു ഡിഫറൻസ് എനിക്ക് തോന്നിയത്. പിന്നെ ഇതിപ്പോ യൂട്യൂബിലെ മാത്രം വരുമാനമല്ല. ഇപ്പൊ എനിക്ക് ഒരു ആഴ്ചയിൽ 3 നമ്മുടെ ആവശ്യത്തിനുള്ള പച്ചക്കറി വീട്ടിൽ നിന്ന് കിട്ടുന്നുണ്ട്. അതെ, ഈ ഒരു മേഖല ആയതുകൊണ്ട് എനിക്ക് അത്യാവശ്യത്തിലുള്ള പച്ചക്കറി കിട്ടുന്നുണ്ട്. അതൊരു ഇതാണ്. പിന്നെ നമ്മുടെ സെയില്, പിന്നെ യൂട്യൂബിന്റെ ആ ഒരു ക- 3 തരത്തിലുള്ള ഒരു ഇൻകം എനിക്ക് കിട്ടുന്നുണ്ട്. വരുന്നുണ്ട്. കഴിഞ്ഞ ദിവസം എന്നോട് ഒരാൾ ചോദിച്ചത് എന്താ അറിയോ, നിങ്ങൾ ഈ ഇൻ്റർവ്യൂവിൽ വരുന്ന ആളുകളെല്ലാം നിങ്ങൾ നേരത്തെ പറഞ്ഞ് സെറ്റാക്കിയിട്ട് കൊണ്ടുവരുന്ന ആൾക്കാരല്ലേ എന്നൊക്കെ ചോദിച്ചിട്ട് ഉണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് അങ്ങനെ തോന്നിയോ? അതായത് ഞാൻ ഈ ഇൻ്റർവ്യൂവിൽ വരുന്ന ആളുകളോട് നിങ്ങളിത് എങ്ങനെയൊക്കെ സംസാരിക്കണം, ഇന്നതാക്കണം എന്ന് പറഞ്ഞിട്ട് കൊണ്ടുവരുന്നതാണ് തോന്നി ചോദിച്ചാൽ, അല്ല ഞാൻ ഡൗട്ട് വെച്ചാൽ. പക്ഷേ ഒഫൻറ്റീവായിട്ട് ചോദിച്ചല്ല, ആളുകൾ സ്ട്രൈറ്റ് ഫോർവേഡ് ചോദിച്ചാൽ എനിക്ക് ഇഷ്ടപ്പെട്ടോ ചോദിച്ചത്. പക്ഷെ ചിലരെങ്കിലും വിചാരിക്കണ്ടാവും ഞാൻ അങ്ങനെ കൊണ്ടുവരുന്നതല്ല കേട്ടോ. കാരണം ഇൻ്റർവ്യൂവിലേക്ക് ഇങ്ങനെ ആൾക്കാരെ കൊണ്ടുവരുന്നത് എന്താണെന്ന് അറിയോ, 2 കാരണമാണ്. ഒന്ന്, ഇവരുടെ അച്ചീവ്മെൻറ്റ്സിനുള്ള ഒരു, എൻ്റെ ഭാഗത്തു നിന്നുള്ള ഒരു എന്താ പറയുക, അവർക്കൊരു ഗിഫ്റ്റ് എന്തെങ്കിലും കൊടുക്കണമല്ലോ. അപ്പോൾ നമ്മൾ ചാനലിൽ വന്ന് സംസാരിക്കുമ്പോൾ അവർക്ക് ആ ചാനലിൽ വരാൻ പറ്റിയല്ലോ എന്നുള്ളൊരിത്. അതേപോലെ തന്നെ ഒരുപാട് വീട്ടമ്മമാരും ആൾക്കാർ ഇതുപോലെ ഈ വീഡിയോ കാണുന്നവരുണ്ട്. അവർക്കും ഇതൊക്കെ നേടിയെടുക്കാൻ പറ്റുമെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു മോട്ടിവേഷൻ. ഇതാണ് ആക്ച്വലി ഇൻ്റർവ്യൂവിൻ്റെ പിന്നിൽ. പിന്നെ പലരും ചോദിക്കുന്നത് ഗ്രൂപ്പിൽ ആഡാക്കുമെന്നൊക്കെ ചോദിച്ച് കുറേ മെസ്സേജ് വരുന്നുണ്ട്. ഗ്രൂപ്പ് ആക്ച്വലി പിന്നെ സെക്കൻഡിന് പുതിയൊരു ഗ്രൂപ്പ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ ഡീറ്റെയിൽ ഞാൻ ഈ വീഡിയോൻ്റെ താഴെ കൊടുക്കാം. വീഡിയോന് താഴെ കൊടുക്കുക എന്ന് പറഞ്ഞാൽ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന സമയത്താണ് ആ ഗ്രൂപ്പ് സ്റ്റാർട്ട് ചെയ്യുള്ളൂ. അപ്പോൾ ആർക്കെങ്കിലും ചേരാൻ താല്പര്യമുണ്ടെങ്കിൽ അതിൽ പെയ്ഡാണ്, ജോയിൻ ചെയ്യാം. അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ ഡിസ്ക്രിപ്ഷനിലും ഇതിലൊക്കെ ആയിട്ട് കമൻസിലൊക്കെ ആയിട്ട് ഇട്ട് വെക്കാം. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, ഇതിങ്ങനെ ഫേക്ക് ചെയ്തൊന്നുമല്ല. പിന്നെ എന്താ, ഞാൻ പോട്ടെ, നമുക്ക് മിതേനോട് തന്നെ ചോദിക്കാം. പറ, ഇന്നിപ്പോൾ ഞാൻ ഇന്നലെ മിനിഞ്ഞാന്ന് മറ്റേ മെസ്സേജ് പറഞ്ഞല്ലേ, അപ്പോൾ എന്ത് തോന്നി ഇങ്ങനെ ഒരു ചാനലിലേക്ക് വരുമ്പോൾ? എന്തൊക്കെ പറയണമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു? അതോ പ്രിപ്പറേഷൻ എന്തെങ്കിലും ഉണ്ടായിരുന്നോ? പ്രിപ്പറേഷൻ ഒന്നും ഉണ്ടായില്ല. നമ്മള് മുന്നൊരു ഇന്റർവ്യൂ ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ. ആ, അന്ന് വേറെ ആളെ കൂടെ. പക്ഷെ അന്ന് എനിക്ക് എന്റെ ഒരു നിർബന്ധം കൊണ്ട് നമുക്കത് പറ്റിയില്ല. അത് കുറച്ച് മുന്നേ ചെയ്തതാണ്. കാരണം നമ്മൾ പോപ്പുലർ വീഡിയോ ആയ സമയത്ത് തന്നെ നമ്മൾ ഇന്റർവ്യൂ എടുക്കാം. എന്റെ ഒരു ഇന്റർവ്യൂ സാറിന്റെ ഗ്രൂപ്പ് ചാനലിൽ ഇടുന്നത് ഞാൻ തന്നെയാണ് പറഞ്ഞത്. പിന്നെ ഇപ്പൊ കുറച്ചും കൂടിയും ബെറ്റർ ആയി നമ്മുടെ ചാനൽ അത് അന്നത്തേനെക്കാട്ടിലും.
മൂന്നിരട്ടി, രണ്ടിരട്ടി അല്ല, മൂന്നിരട്ടി ബെറ്റർ ആയിട്ടാണ് ഇപ്പൊ നിൽക്കുന്നത്. അപ്പൊ ഇനിയിപ്പൊ ഞാൻ ആഗ്രഹിച്ച രീതിയിലുള്ള ഒരു ചാനൽ എനിക്ക് കിട്ടി. ഞാൻ സാറിന്റെ ഗ്രൂപ്പിൽ ചേരുന്ന സമയത്ത് സാറിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്കൊരു കണ്ടന്റ് ആ ഒരു കണ്ടന്റിന്റെ ചാനൽ നോക്കി കഴിയുമ്പോൾ നമ്മൾ സാധാരണ ഒരു ചാനൽ നോക്കി കഴിയുമ്പോൾ അതെ ഒരു നല്ലൊരു ഒരു കണ്ടന്റിനെ കുറിച്ച് മാത്രമാണ് അതിൽ പറയുന്നത്. അതിന്റെ പല പല വീഡിയോസ്. അപ്പൊ ഞാൻ ഗ്രൂപ്പിൽ ചേരുമ്പോൾ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്കിങ്ങനെ ഒരു കണ്ടന്റ് വേണം. അപ്പൊ അത് നമ്മൾ ചാനൽ നോക്കുമ്പോ തന്നെ ഒരു വൃത്തി കാണാനും നല്ല ഒരു വീഡിയോസിനൊക്കെ നല്ല വ്യൂസ് ഉണ്ട്, അങ്ങനെയൊക്കെ വരണം എന്നുള്ള രീതിയിലാണ് ഞാൻ ഗ്രൂപ്പിൽ ചേരുമ്പോൾ പറഞ്ഞിട്ടുണ്ടായത്. അപ്പൊ അത് എനിക്ക് ഗ്രൂപ്പിൽ ചേർന്നിട്ട് ഓരോരോ മാറ്റങ്ങൾ എനിക്ക് വീഡിയോ എടുക്കാൻ അറിയില്ല, ഞാൻ തന്നെയൊക്കെ അവന് വീഡിയോ എടുക്കണത്. സൗണ്ട് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. എന്റെ പഴയ വീഡിയോസ് എടുത്ത് നോക്കിയാൽ അറിയാൻ പറ്റും, സൗണ്ട് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. പിന്നെ സൗണ്ട് കൊടുക്കാൻ പഠിച്ച്, പിന്നെ അതില് കുറെ മുന്നേ സൗണ്ട് കൊടുക്കുമ്പോ തന്നെ നമ്മൾ വെൽക്കം ബാക്ക്, ചാനലിലേക്ക് സ്വാഗതം അങ്ങനെയൊക്കെ പറഞ്ഞിട്ടാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അതൊക്കെ മാറ്റി, അതൊക്കെ ഓരോന്നും മാറ്റി, ഓരോരോ കാര്യങ്ങൾ ചേഞ്ച് വരുത്തിയിട്ട് വീഡിയോ എങ്ങനെ എടുക്കണം എല്ലാം പഠിച്ചു. എല്ലാം ഇല്ല, കുറെ കാര്യങ്ങൾ പഠിച്ചു. ഇനി പഠിക്കാണ്ട് അതിന് കുറെ പിന്നെ AI വെച്ചിട്ട് ചെയ്യണം, അതും സാറ് പറഞ്ഞ ഐഡിയ ആണ്. അപ്പൊ അതും ചെയ്തിട്ട് നമുക്ക് ക്ലിക്കായി. അങ്ങനെ ഒരുപാട് മാറ്റങ്ങൾ വരുത്തുന്തോറും നമ്മുടെ വീഡിയോസിന് നല്ലതാണ്. വെച്ചാൽ മാറ്റങ്ങൾ വരുത്തുമ്പോൾ മാറ്റങ്ങളാണ്. പിന്നെ അതിപ്പോൾ എനിക്ക് പറയാനുള്ളത്, ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുന്ന ആളുകളോടും പറയാനുള്ളത്, നിങ്ങൾക്ക് എന്താണോ വേണ്ടത്, നിങ്ങൾക്ക് എന്താണോ ആവശ്യമുള്ളത്, അത് നിങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുക. അതേപോലെ തന്നെ ഗ്രൂപ്പിൽ നിന്ന് കിട്ടുന്ന മറുപടികളും മറ്റുള്ളവർ ചെയ്യുന്നതും നിങ്ങൾ ഇംപ്ലിമെന്റ് ചെയ്യേണ്ടതാണെങ്കിൽ നിങ്ങൾ ഇംപ്ലിമെന്റ് ചെയ്യുക. അതാണ് ഇവരെയൊക്കെ സക്സസ് ആക്കിയത്. അല്ലാണ്ട് എൻ്റെ ഗ്രൂപ്പിൽ ചേർന്നതിനെ കൊണ്ട് മാത്രം സക്സസ് ആയി പോയവരല്ല ആരും. അവരൊക്കെ സക്സസിന് ആഗ്രഹിച്ചിട്ട് ഇംപ്ലിമെന്റേഷൻ ചെയ്തവരാണ്. അതായത് ഓരോ കാര്യത്തിനെയും എടുത്ത് അവർ മാറ്റങ്ങൾ വരുത്തി ഇംപ്ലിമെന്റ് ചെയ്തിട്ടാണ് ഇവിടെ വരെ എത്തിയത്. അല്ലാതെ ഒരു ആയതല്ല. അല്ലെ? നമ്മൾ ഒരു വീഡിയോ ചെയ്ത് കഴിഞ്ഞിട്ട് സാറിനോട് ചോദിക്കും, ഇതില് അപ്ലോഡ് ചെയ്തതിന് ശേഷമാണ് ചോദിക്കുക ഇതിൽ എന്തെങ്കിലും വ്യത്യാസങ്ങൾ വരുന്ന ചോദിക്കുമ്പോൾ സാറ് പറയും ഇങ്ങനെയൊക്കെ ചെയ്യും, സ്റ്റാർട്ടിങ്ങിൽ ഇങ്ങനെ ചെയ്താൽ മതി എന്നൊക്കെ ഓരോന്ന് പറയും. നമ്മൾ ചോദിക്കണം. ചോദിക്കുമ്പോഴേ നമുക്കുള്ളത് നമ്മൾ ചോദിക്കണ്ടേ. നമ്മളെ കണ്ടന്റും നമ്മൾ എന്താണ് ചെയ്യുന്നത് നമുക്കല്ലേ അറിയുള്ളൂ. അപ്പൊ നമ്മൾ ചോദിക്കണം ഇങ്ങനെ ചെയ്താൽ പ്രശ്നമുണ്ടോ, അപ്പൊ എങ്ങനെ ചെയ്യേണ്ടതെന്നും കൂടി ചോദിക്കാം. അപ്പൊ സാറ് പറയുന്നതിനനുസരിച്ച് പിറ്റത്തെ വീഡിയോയിൽ ആ മാറ്റം വരുത്തും. അങ്ങനെ ഓരോരോ മാറ്റങ്ങൾ വരുത്തി. ഇപ്പൊ RPM ആയിരുന്നു, ഇപ്പൊ കുറക്കെ വീഡിയോ ഒക്കെ പക്ക നല്ല വ്യൂസ് ഒക്കെ വരുന്നുണ്ട്. പക്ഷെ RPM ആയിരുന്നു ലാസ്റ്റത്തെ പ്രശ്നം. അപ്പൊ ആ ഒരു പ്രശ്നവും ഇപ്പൊ കഴിഞ്ഞ ആഴ്ച ആ ഹൗ ടു ചേർക്കുന്നതും റിപ്പാനെ മിണ്ടാണ്ടിരിക്കും. പിന്നെ ലാസ്റ്റത്തെ പ്രശ്നം എന്ന് പറയുന്നത് ഹൗ ടു ചേർത്തതോട് കൂടിയിട്ട് എനിക്ക് ഓഡിയൻസ് കുറച്ച് നമുക്ക് ലൊക്കേഷൻ നല്ല കിട്ടുമ്പോഴാണ് നമുക്ക് RPM കൂടുള്ളൂ. അത് കുറെ ആയി ഞാനിങ്ങനെ സെർച്ച് ചെയ്ത് നോക്കിക്കൊണ്ടിരിക്കണം. അപ്പൊ എനിക്കിപ്പോ വീട്ടിലുള്ള വീഡിയോസിനൊക്കെ മെല്ലെ സ്റ്റേറ്റ് ലൊക്കേഷൻ മാറി തുടങ്ങി. ഇന്ത്യ മാത്രല്ല, വേറെ നമുക്ക് USA-യും UK-യും ഒക്കെ കയറി തുടങ്ങിയിട്ടുണ്ട്. ഇപ്പൊ അത്യാവശ്യം കുഴപ്പമില്ല. എനിക്ക് തോന്നുന്നു വ്യൂ കിട്ടിക്കഴിഞ്ഞാല് എനിക്ക് നല്ലൊരു എമൗണ്ട് കിട്ടും എന്നുള്ള ഒരു ഇതിലേക്ക് എത്തിയിട്ടുണ്ട്. ഇപ്പൊ ഈ ഒരു 2 ആഴ്ച വെച്ചിട്ട് ഇപ്പൊ എനിക്ക് നമ്മൾക്ക് കിട്ടുന്ന ടൈമിലല്ലേ വീഡിയോസ് ഇടാൻ പറ്റുള്ളൂ. അപ്പൊ എനിക്കിപ്പോ ഒരു $100 കഴിഞ്ഞപ്പോ ഞാൻ വിചാരിച്ചു ഇനി പഴയ വീഡിയോസുകൾ ഇടാം. ഇനിയിപ്പോ ഈ വെക്കേഷൻ ഇങ്ങനെ വീഡിയോ ഒന്നും എടുക്കാതെ പോട്ടെ, പിള്ളേരൊക്കെ വീട്ടിലുള്ളതല്ലേ. അപ്പൊ ഞാനിപ്പോ പഴയ ക്ലിപ്പുകളാണ് ഇപ്പൊ ഇടുന്നത്. ഇപ്പൊ നമുക്ക് കാശ് ആ ഒരു $100 കയറിയപ്പോ ഞാൻ പഴയ വീഡിയോസുകൾ ക്ലിപ്പാക്കിയിട്ട് AI ചേർത്തിട്ടും ഒക്കെ ക്ലിപ്പാക്കിയിട്ട് ഇടൽ തുടങ്ങി. അപ്പൊ ഇനിയിപ്പോ അടുത്ത മാസം ഞാൻ പുതിയ വീഡിയോസുകൾ ഇറക്കുള്ളൂ. അപ്പൊ ഇനി നമുക്ക് ടൂറുണ്ട്, പിന്നെ വീട്ടില് പിള്ളേരുണ്ട്. അപ്പൊ അത് കാരണം ഇനിയിപ്പോ ക്ലിപ്പാണ് ഇടുന്നത്. പിന്നെ വേറൊരു പ്രശ്നം ഉണ്ടായിരുന്നു, നമുക്ക് വ്യൂ വ്യൂ ഇല്ലാത്ത പ്രശ്നം ഉണ്ടായിരുന്നിട്ടാ. ഷോർട്സ് മാറ്റിയാൽ കൂടി വ്യൂ വരാ RPM മെയിൻ ആയിട്ടുണ്ടായിരുന്ന RPM ആണ്. പക്ഷെ അതിന്റെ മുന്നേ നമുക്ക് വ്യൂ ഇല്ലാത്ത പ്രശ്നം ഉണ്ടായിരുന്നു. വ്യൂ എന്ന് പറഞ്ഞാൽ ഷോർട്സ് മാറ്റിയാലും നമുക്ക് അത്ര ഇങ്ങോട്ട് നമുക്കൊരു 4000 വ്യൂസ് ഒന്നും കിട്ടിയാലൊന്നും നമുക്ക് ഒന്നും ഒരു വീഡിയോക്ക് ഒരു എന്നെ സംബന്ധിച്ചിടത്തോളം ചിലവരെ വ്യത്യാസം ഉണ്ടാവും. നമ്മുടെ ചാനല് ഈ കണ്ടന്റ് ആയത് കാരണം ഒരു 4000 വ്യൂ കിട്ടിയാലൊന്നും ഒന്നും കിട്ടൂല. അതിന്ന് $1 കിട്ടി എന്നുള്ളതാണ്. പക്ഷെ ഇപ്പൊ കിട്ടുന്നുണ്ട് കേട്ടോ. ഇപ്പൊ ഒരു 2000-ത്തിനൊക്കെ നമുക്ക് $1 കിട്ടാൻ തുടങ്ങി. ഇപ്പൊ ആ ഒരു ഹൗ ടു ചേർത്തതുകൊണ്ട് ചേർക്കല. ഇപ്പൊ എനിക്ക് അങ്ങനെ കിട്ടുന്നുണ്ട്. ഇപ്പൊ നല്ല വ്യൂ ഇല്ലാത്തപ്പോ ഒരു 56 വ്യൂസ് ഒക്കെ ഉള്ള എന്റെ ഒരു വീഡിയോ ഒക്കെ ഉണ്ട് എന്റെ ചാനലിൽ.
അത് കുക്കിങ്ങിന്റെ വീഡിയോ ആണ്. എനിക്ക് വീഡിയോ ഇല്ലാത്ത സമയത്ത് ഞാൻ പിള്ളേർക്ക് എന്തെങ്കിലും സ്പെഷ്യൽ ആയിട്ട് ഉണ്ടാക്കി കൊടുക്കുന്നുണ്ടെങ്കിൽ അത് ഞാൻ വീഡിയോ ആക്കിയിട്ട് എടുത്തു. അത് 3 മിനിറ്റ് ഒക്കെ ഉള്ള, പക്ഷെ അതിന് 56 വ്യൂ ഉള്ള വീഡിയോക്ക് വരെ എനിക്ക് നല്ല ആർപിഎം, നല്ല ആർപിഎം എന്ന് പറഞ്ഞാൽ നല്ല ആർപിഎം. വ്യൂ ഇല്ലാത്ത വീഡിയോക്ക് നല്ല ആർപിഎം ആണ്. അത് എന്താണാവോ, എനിക്ക് അറിയില്ല അത് എങ്ങനെയാണ് ലൊക്കേഷൻ മാറി വരണമെന്ന് എനിക്ക് മനസ്സിലാവില്ല. ഒരു 56 വ്യൂ ഉള്ള 2 വീഡിയോക്ക് നല്ല ആർപിഎം എന്ന് പറഞ്ഞാൽ ഞാൻ സാറിന് ഞാൻ അയച്ചു തരുന്നു അതിന്റെ അല്ല ആർപിഎം കേട്ടാ. അത് ഈ RPM വ്യൂസ് കൂടുന്നതനുസരിച്ച് കുറഞ്ഞു കുറഞ്ഞു വരും. എന്നാലും നമുക്കൊരു ശരാശരി $0.50 കിട്ടിയാൽ കുഴപ്പമില്ലാത്തൊരു എമൗണ്ട് കിട്ടും. ഷോർട്സിന് ഈ RPM ഭയങ്കര കുറവാണ്. പിന്നെ ഈ വ്യൂസ് കുറവുള്ളത് എങ്ങനെ മാറ്റിന്ന് വെച്ചാല്, എന്റെ വീഡിയോ, എനിക്ക് തോന്നുന്നത് എന്റെ വീഡിയോസിന് നമ്മുടെ ചാനലിനെ പറ്റിയിട്ട് നമ്മൾ പഠിക്കണം. നമ്മൾ എങ്ങനെയാണ് നമ്മൾക്ക് എങ്ങനെയാണ് നമുക്ക് വ്യൂ വരുന്നത് എന്ന് നമ്മൾ കുറച്ച് മനസ്സിലാക്കിയത്. എന്നെ സംബന്ധിച്ചിടത്തോളം എന്ന് പറഞ്ഞാൽ ഒരു 10 മിനിറ്റിന്റെ ഒക്കെ ഒരു വീഡിയോ, 13 മിനിറ്റിന്റെ ഒക്കെ ഒരു വീഡിയോ ചെയ്യുമ്പോഴാണ് എനിക്ക് നല്ല ഇതുണ്ടല്ലോ, എന്താ പറയാ, ഡ്യൂറേഷൻ കിട്ടുന്നത്. അപ്പൊ എനിക്ക് 5 മിനിറ്റിന്റെ വീഡിയോ ചെയ്ത് കഴിഞ്ഞാലൊന്നും വ്യൂസും കാര്യങ്ങളൊന്നുമില്ല. എനിക്കൊരു 15 മിനിറ്റിന് ഗാർഡൻ വീഡിയോസ് ആയാലും ആളുകൾ കാണാൻ ഇഷ്ടപ്പെടുന്നു. പിന്നെ ഒരു കാര്യം തന്നെ പറയാണ്ട്, 2-3 കാര്യങ്ങൾ ആഡ് ചെയ്തിട്ട് അതിലുള്ള കാര്യങ്ങൾ, ഇപ്പൊ ഒരു ചെടി നടണമെങ്കിൽ അത് എവിടുന്ന് പറിക്കും, നമ്മൾ എവിടുന്നാണ് ആ ചെടി കളക്ട് ചെയ്യണത്, എങ്ങനെ നടുന്നത്, അത് വളർന്നിട്ടുള്ള കാര്യങ്ങളും കൂടി അപ്ഡേറ്റ് ചെയ്യുമ്പോൾ ആ ഒരു വീഡിയോയിൽ ആ എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുമ്പോൾ അതിന് നല്ല ഡ്യൂറേഷൻ ഉണ്ട്. അപ്പൊ നമ്മൾ ആ ഒരു കാര്യം, ഒരു എത്ര ലെങ്ത് വേണമെന്നുള്ളത് നമ്മൾ ഒരു പോയിന്റ് ആയിട്ട് കണക്കാക്കുക. പിന്നെ എന്ന് വെച്ചാൽ നമ്മൾ എന്നും വീഡിയോ ചെയ്യണം എന്നുള്ളത്. എന്റെ ചിലവർക്ക് 3 ദിവസം കൂടുമ്പോഴൊക്കെ ആയിരിക്കും വീഡിയോ ഇടുമ്പോ വ്യൂ വരുന്നുണ്ടാവും. പക്ഷെ എന്റെ ചാനലിൽ എല്ലാ ദിവസവും വീഡിയോ ഇടുമ്പോഴാണ് എനിക്ക് അതിൻ്റെതായ ഒരു മാറ്റം. അപ്പൊ സാറ് പറഞ്ഞ പോലെ വീഡിയോയുടെ എണ്ണം കൂട്ടാൻ പറഞ്ഞപ്പോ ഞാൻ പിന്നെ എല്ലാ ദിവസവും വീഡിയോ ചെയ്യാം, മുടങ്ങാതെ എല്ലാ ദിവസവും. ഇല്ലാത്ത ദിവസം ക്ലിപ്പുകൾ നമ്മൾ ഫസ്റ്റ് പഴയ വീഡിയോസ്, അതിൽ ആദ്യം സ്റ്റാർട്ടിങ് നമ്മൾ ഇൻട്രോയും ഔട്ട്രോയും AI വെച്ച് ചെയ്തിട്ട് പിന്നെ പഴയ ക്ലിപ്പുകൾ. ഇപ്പൊ ഞാന് ഒരു ഞാനിപ്പോ സെയിൽ ചെയ്തപ്പോ, മുന്നേ സെയിൽ ചെയ്യണം എന്ന് പറഞ്ഞിട്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. മുന്നേ ചെയ്തു വെച്ചതായിരുന്നു. അപ്പൊ അതിന്റെ ഞാനിപ്പോ സെയിൽ ചെയ്തപ്പോ ആ ഒരു വീഡിയോയും കൂടി കൂട്ടിയിട്ട് ഞാനിപ്പോ ഒരു വേറെ പുതിയ വീഡിയോ ഇട്ടായിരുന്നു. അപ്പൊ എന്നോട് അതിൽ കമന്റ് വന്നപ്പോ, ഈ കുട്ടി മുന്നിട്ട വീഡിയോ ആണല്ലോ ഇത് ഞാൻ കണ്ടിട്ടുള്ളതാണല്ലോ എന്ന് പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞു അത് ക്ലിപ്പ് ഇട്ടതാണ്. എന്നിട്ട് ഞാൻ പറയുന്നുണ്ട്, ഞാനിങ്ങനെ എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു സെയിൽ ചെയ്യാനെന്ന്, പക്ഷെ എന്റെ ആഗ്രഹം നടന്നു എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ലാസ്റ്റ് അത് കണ്ടത്. തോന്നുന്നത് എന്താ അറിയോ, അതൊരു ജേണി ആയിട്ട് കാണിച്ചാൽ മതി. അതായത് പണ്ടത്തെ ഒരു വീഡിയോയിൽ നമ്മൾ ഇങ്ങനെ പറയുന്നു, എന്നിട്ട് പിന്നെ നമ്മൾ അച്ചീവ് ചെയ്യുന്നു എന്നുള്ളത് ഒന്ന് കാണിച്ചാൽ മതി. അപ്പോൾ അത് കാണിച്ചാൽ എന്താവും വെച്ചാൽ കുറച്ചുകൂടി നെക്സ്റ്റ് ഒരു വീഡിയോ അങ്ങനെ ചെയ്താൽ നല്ല റീച്ച് കിട്ടും. അപ്പോൾ എന്തായാലും നമുക്ക് പിന്നെ ഈ ഒരു സക്സസ് അത് ഇനി കുറേയും കൂടി, അതായത് ഇപ്പോൾ ഈ ഒരു എമൗണ്ട് മാത്രമല്ല, നമുക്ക് വ്യൂസ് ഇപ്പം ലക്ഷങ്ങൾ കിട്ടുന്നുണ്ട്, അതിൻ്റെ കൂടെ ഒരു എമൗണ്ടും കൂടി കൂടിയിട്ട് വരട്ടെ എന്ന് എമൗണ്ട് ഇപ്പൊ ഞാൻ രണ്ടാമതൊരു വേപ്പിന്റെ വീഡിയോ ചെയ്തായിരുന്നു. അതിനെനിക്ക് ഒരു 17,000 വ്യൂസ് ആണ് വന്നിട്ടുള്ളത്. പക്ഷെ അതിന്റെ RPM നല്ലതാണ്, അതിന് നല്ല ഏർണിങ്സ് ഈ മാസം കയറിയിട്ടുണ്ട്. അത് 3 ലക്ഷത്തിന്റെ വേപ്പിന്റെ വീഡിയോയുടെ ഏറ്റവും വ്യത്യാസം ഉണ്ട് ഈ ഒരു. അല്ല, ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ, ഇപ്പൊ ഇത് കാണുമ്പോൾ കുറെ വീട്ടമ്മ ആൾക്കാർ കാണുന്നുണ്ട്, അവരോട് പറയാൻ എന്താണുള്ളത്? അവർക്ക് സക്സസ് ആവാൻ പറ്റുമോ? അത് യൂട്യൂബ് ചാനൽ അവരോട് പറയാനുള്ളത്, നമ്മൾക്ക് യൂട്യൂബ് ചാനൽ തുടങ്ങാന് ഒരു കണ്ടന്റ് എന്ന് പറയാന് ഒന്നും വേണ്ട, 0 മതി. എന്റെ വീഡിയോ എടുത്ത് നോക്കിയാല് 0യിൽ നിന്നാണ് ഞാന് ക്യാഷ് ഉണ്ടാക്കുന്നത്. കാരണം നമുക്ക് നമ്മൾ 0 നിന്ന് തുടങ്ങി കഴിഞ്ഞിട്ട് കുറച്ച് കഴിയുമ്പോൾ നമുക്ക് അതിന് ഐഡിയ കിട്ടും. ഐഡിയ വെച്ച് നമ്മള് ഒരു ചാനൽ കണ്ടന്റ് ഉണ്ട് വെച്ചെങ്കിൽ അതിനെ പറ്റിയിട്ടുള്ള വേറെ കണ്ടന്റ് ഉള്ള ചാനലുകൾ കുറെയൊക്കെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. എന്നിട്ട് അത് പഠിക്കുക, അത് നോക്കിയിട്ട് പഠിക്കുക. അതുപോലത്തെ വീഡിയോസുകൾ നമ്മളെ ഐഡിയ വെച്ചിട്ട് നമ്മൾ പുതുതായിട്ട് ചെയ്യുക. ഞാനിപ്പോ ചെയ്യുന്നത് ഗാർഡനിങ്ങും പിന്നെ ഈ വേസ്റ്റ് മെറ്റീരിയൽ വെച്ചിട്ടുള്ള ചാനലാണ്. അപ്പൊ നമുക്ക് ഒരു ചാനൽ തുടങ്ങാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ നമുക്ക് എന്തായാലും ഓരോ മാസം കൊണ്ട് കയറും. ഇപ്പൊ തന്നെ സ്റ്റാർട്ട് ചെയ്യുക, പിന്നെ ഇങ്ങനെ പയ്യെ ചെയ്തു തുടങ്ങും. ഒരു കണ്ടന്റ് സെലക്ട് ചെയ്യുക എന്നുള്ളതാണ്. വേറെ ഒരുപാട് കണ്ടന്റുകളിലൊന്നും പോയി ചാടാതെ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ ഒരു കണ്ടന്റ് സെലക്ട് ചെയ്യുക, അത് വെച്ചിട്ട് നല്ല രീതിയിൽ മുന്നോട്ട്. ഞാൻ എപ്പോഴും എല്ലാവരോടും പറയാം, എന്റെ ചാനലിലുള്ള വീഡിയോസുകൾ എടുത്ത് ചെയ്തോ, എന്നെ പോലെ ചെയ്തോ എന്ന് പറഞ്ഞിട്ട് കുറെ പേര് ചെയ്തിട്ടുണ്ട്.
അവരൊക്കെ അതിനനുസരിച്ചിട്ട് വ്യൂ ഉണ്ട്. അല്ല, ഞാൻ പറയുന്നത് നമ്മളെ സംബന്ധിച്ച് പൈസ തരേണ്ടത് യൂട്യൂബാണ്. യൂട്യൂബിൽ നിന്നാണ് പൈസ വരേണ്ടത്. അതുകൊണ്ട് നമുക്കിപ്പോൾ ഇനി ആര് പൈസ നമ്മൾ വെച്ച് പൈസ ഉണ്ടാക്കിയാലും നമുക്ക് പ്രശ്നമില്ല. പക്ഷേ നമ്മളെ വീഡിയോ ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഒരാൾ എൻ്റെ ചാനലിൽ ഞാൻ ചെക്ക് ചെയ്ത സമയത്ത് എൻ്റെ വീഡിയോ അങ്ങനെ തന്നെ എടുത്തിട്ട് അവൻ എൻ്റെ ഫേസ് വെച്ച് മാറ്റിയിട്ട് വീഡിയോ ഇട്ടിട്ട് കണ്ടു. എനിക്ക് സ്ട്രൈക്ക് കൊടുക്കേണ്ട ഓപ്ഷനൊക്കെ ഉണ്ട്, പക്ഷെ ഞാനത് സ്ട്രൈക്ക് കൊടുത്തില്ല. ഞാൻ സ്ട്രൈക്ക് കൊടുത്തില്ല, ഒന്നും ചെയ്തില്ല. അവിടെ ആയിക്കോട്ടെ, അവനിനി അത് കണ്ടിന്യൂ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ അവൻ ചെയ്തോട്ടെ വെച്ച് വിട്ടതാണ്. ഇനി അവനത് വെച്ച് അവൻ്റെ ചാനൽ ഇമ്പ്രൂവ് ആകുന്നുണ്ടെങ്കിൽ ഇമ്പ്രൂവ് ആയിക്കോട്ടെ എന്ന് വെച്ചാൽ. പക്ഷേ മൊത്തം എൻ്റെ ഓഡിയോ എൻ്റെ ആണ്, എല്ലാം എൻ്റെ ആണ്. എൻ്റെ ഫേസ് മാത്രം അവന് വെച്ച് കുറച്ച് മാറ്റങ്ങൾ വെച്ച് ഇട്ടിട്ട് കണ്ടു. എന്തായാലും ചെയ്യുന്നവർ ചെയ്തിട്ടൊക്കെ കുഴപ്പമില്ല. പക്ഷെ കണ്ടിന്യൂസ് ആയിട്ട് നമുക്കൊരു ഹാംഫുൾ ആവുന്ന രൂപത്തിൽ വരുമ്പോഴാണ് പ്രശ്നം വരിക. അങ്ങനെയുള്ളതിന് മാത്രം സ്ട്രൈക്കൊക്കെ കൊടുക്കുക എന്നുള്ളത്. ബാക്കിയിപ്പോൾ നമ്മുടെ കോണ്ടൻ്റൊക്കെ എടുത്ത് ചെയ്യുന്നവർ ചെയ്തോട്ടെ എന്ന് ഞാനും പറയാറുള്ളൂ. അത് നമ്മുടെ ചാനലിൽ നല്ലതാണ്. നമ്മളെ ചാനൽ വാച്ച് ചെയ്യണേനും പിന്നെ നമ്മളെ ചാനൽ നോക്കിയിട്ട് ഇപ്പൊ നമ്മളെ നോക്കി പഠിക്കുന്നുണ്ടല്ലോ ഒരാള്, അതൊരു നല്ലൊരു കാര്യമാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും എല്ലാവർക്കും എന്നെ പറ്റിയിട്ട് രീതിയിൽ പറഞ്ഞു കൊടുക്കാറുണ്ട്. അപ്പൊ അവരൊക്കെ ഒരുപാട് പേര്, അങ്ങനെയാണ് എനിക്ക് മാസ്റ്റർ എന്നുള്ള പേര് കിട്ടിയത്. എല്ലാരും മാസ്റ്റർ എന്നാണ് വിളിക്കാറ്. എന്തായാലും പിന്നെ നമ്മൾ ഇന്നിപ്പോൾ കുറേ കാര്യങ്ങൾ സംസാരിച്ചു. പിന്നെ അപ്പോൾ ഏകദേശം ഒരു 30 മിനിറ്റിലധികം ആയിട്ടുണ്ട് വീഡിയോ. അപ്പോൾ ഇനിയും ഇതുപോലുള്ള സക്സസ് ഉണ്ടാവട്ടെ. അതുമാത്രമല്ല, നമ്മളെ ഗ്രൂപ്പിൽ നിന്ന് ഇനി ഈ വീഡിയോ കാണുന്ന ആരെങ്കിലും ഒരാൾ പുതുതായിട്ട് വന്നിട്ട് ഇതുപോലെ ഇൻ്റർവ്യൂവിൽ ഇരിക്കണം എന്നാണ് ആഗ്രഹം. ആരെങ്കിലുമൊക്കെ വരും, ഉറപ്പായിട്ടും വരും. കാരണം ഈ പലരും വന്നത് അങ്ങനെ തന്നെയാണ്. ഒരാൾ ഇൻ്റർവ്യൂ കണ്ടിട്ട് ഒരാൾ വരും, എന്നിട്ട് അവർ പിന്നെ ഇമ്പ്രൂവ് ചെയ്യും, അവർ സക്സസ് ആകും, എന്നിട്ട് അവർ ഇൻ്റർവ്യൂവിൽ വരും, അപ്പോൾ അടുത്ത ആൾ വരും. ഇങ്ങനെ കുറേ ആൾക്കാർ കണ്ടിന്യൂസ് ആയിട്ട് വന്നിട്ടുണ്ട്. അതുപോലെ ഇനി 2-3 ആൾക്കാർ കൂടി വരാനുണ്ട്. അവരൊക്കെ ഈ പറഞ്ഞ പോലെ മിതയുടെ ചാനൽ കണ്ടിട്ട് വന്നവരൊക്കെ ഉണ്ട്. ഈ ചാനൽ കണ്ടു വന്നിട്ട് ഇമ്പ്രൂവ് ആയി അവർ സക്സസ് ആയ ആൾക്കാരൊക്കെ ഉണ്ട്. അപ്പോൾ അവരെയൊക്കെ നമ്മൾ നെക്സ്റ്റ് വരുന്ന ഇൻ്റർവ്യൂകളിൽ കൊണ്ടുവരാം. അപ്പം അങ്ങനെ കൊണ്ടുവരുമ്പോൾ ഒരു സന്തോഷമാണ് അവർക്കും, അതുപോലെ അവരുടെ കഥകൾ കേൾക്കുമ്പോൾ എനിക്കും ഒരു സന്തോഷമാണ്. അതുകൊണ്ട് നമ്മുടെ ഈ ഒരു ജേണി ഇങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കും. എന്തായാലും പിന്നെ നിങ്ങൾ അഭിപ്രായങ്ങൾ പറയാം. ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങളുടെ എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത് എന്നുള്ളത്. നേരത്തെ പറഞ്ഞ പോലെ ഈ ഗ്രൂപ്പിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ പിന്നെ ഡിസ്ക്രിപ്ഷനിൽ ഇടാം. ഗ്രൂപ്പിൽ വന്നതിനെ കൊണ്ട് മാത്രം അത് സക്സസ് ആവില്ല. നിങ്ങളുടേതായ എഫേർട്ട് ഇട്ടാൽ മാത്രമേ സക്സസ് ആവുള്ളൂ. ക്ലാസ്സുകളും കാര്യങ്ങളും മറ്റൊക്കെ ആവുമ്പോൾ നമുക്ക് അതിലൂടെ പല രീതിയിലുള്ള ഇൻഫർമേഷൻസ് കിട്ടും. അപ്പോൾ എന്തായാലും ഇന്നൊരു ഇൻ്റർവ്യൂവിന് വന്നത്, അതായത് തിരക്കിൻ്റെ ഇടയ്ക്ക് എവിടെയോ ടൂർ പോകാൻ നിൽക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഞാൻ പിടിച്ച് ഇൻ്റർവ്യൂവിന് കൊണ്ടുവന്നത്. അപ്പോൾ അതിനൊരു പ്രത്യേക താങ്ക്സ്. സാറിന്റെ വീഡിയോ കാണുമ്പോ എന്നതിനൊപ്പം എന്റെ വീഡിയോസും എല്ലാവരും കാണുക, സപ്പോർട്ട് ചെയ്യുക. ഞാൻ വീഡിയോൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഇടാം. അതുപോലെ തന്നെ കൊളാബും കൊടുത്ത് വെക്കാം. അപ്പോൾ നിങ്ങൾക്ക് ചാനൽ വേണമെങ്കിൽ നോക്കാമല്ലോ.